തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് ഫെമിനിസത്തെക്കുറിച്ചാണ്. ഫെമിനിസവും ജെൻഡർ ഐഡിയോളജിയും ഒക്കെ തമ്മിൽ ആഴമായ ബന്ധമുണ്ട്. ജെൻഡർ ഐഡിയോളജിയെ പറ്റി സംസാരിക്കുമ്പോൾ പല ഐഡിയോളജികളെക്കുറിച്ച് നാം തേടി പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് ഫെമിനിസം, മറ്റൊന്ന് അസ്തിത്വവാദം. അങ്ങനെ ജെൻഡർ ഐഡിയോളജിയുമായി കൂടിക്കലർന്ന് കിടക്കുന്ന പലവിധ ഐഡിയോളജികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണുന്നത്. സർ, ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഫെമിനിസത്തിൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. നമ്മളിപ്പം ഫോർത്ത് വേവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജെൻഡർ ഐഡിയോളജിയുടെ പല ആശയങ്ങളുമാണ് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പക്ഷേ ജെൻഡർ ഐഡിയോളജി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് വളരെ ശക്തി പ്രാപിച്ച് അത് വേറൊരു വലിയ ഐഡിയോളജി ആയിട്ട് ലോകം മുഴുവനും വ്യാപിക്കുക. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി ഈവൻ ഫെമിനിസം വരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് വേറെ ആശയങ്ങളിൽ, വേറെ ഐഡിയോളജിയാണ്. ഉദാഹരണം പറഞ്ഞാൽ അസ്തിത്വവാദം, എക്സിസ്റ്റൻഷ്യലിസം. അതുപോലെ തന്നെ ഈ എക്സിസ്റ്റൻഷ്യലിസം എവിടെ നിന്ന് അവർ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്, നമ്മൾ വീണ്ടും ചരിത്രം നോക്കുമ്പം മാർക്സിൻ്റെ മാനിഫെസ്റ്റോയിൽ നിന്നാണ് പല ആശയങ്ങളും അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാമായിട്ടൊരു ഇൻ്റർ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നിനെ സെപ്പറേറ്റായിട്ട് നമ്മൾ വേർതിരിച്ച് എല്ലാം ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ജെൻഡർ ഐഡിയോളജിയെ പറ്റി കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വ്യക്തത കിട്ടുകയുള്ളൂ. ഇപ്പം ജെൻഡർ ഐഡിയോളജി നമ്മൾ ജോൺ മണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നും ജെൻഡർ റോളെന്നുമുള്ള ടെർമിനോളജി തന്നെ സൈക്കോളജിയിലും മെഡിക്കൽ ഫീൽഡിലേക്കും കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഒരു പക്ഷേയെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ ഫാദർ ജോൺ മണി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പോപ്പ് ബെനഡിക്റ്റ് 16 പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ജെൻഡർ ഐഡിയോളജി കുറേ കൂടെ ബാക്കിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ജെൻഡർ ഐഡിയോളജിക്ക് ഏറ്റവും ശക്തമായ ആശയങ്ങൾ കൊടുത്തത് എക്സിസ്റ്റൻഷ്യലിസവും ഈ എക്സിസ്റ്റൻഷ്യലിസത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഫിലോസഫറാണ് ഷീൻ പോൾ, ഫ്രഞ്ചിൽ പറയുന്നത് ഷീൻ പോൾ സാർത്തർ എന്ന് പറയും. അപ്പോൾ സാർത്തറിൻ്റെ നമ്മൾ സംസാരിക്കുന്ന അസ്തിത്വവാദത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരു റൂട്ടിലേക്ക് പോവുകയാണ്. ഇതിന് നമ്മൾ കുറച്ചും കൂടെ എൻ്റെ ക്ലാരിറ്റി വരാനായിട്ട്. അപ്പോൾ ഈ സാർത്തറിൻ്റെ ഏറ്റവും ഒരു കൊളീഗും അദ്ദേഹത്തിൻ്റെ ഒരു ലവറുമായിരുന്നു സൈമൺ ഡി ബൊവേർ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പം ഈ സാർത്തറിൻ്റെ പല ആശയങ്ങളും സൈമൺ ഡി ബൊവേർ അവരുടേതായ ഭാഷയിലെടുത്ത് അതിനെ പ്രചരിപ്പിച്ചു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഫെമിനിസത്തിൻ്റെ സെക്കൻഡ് വേവിലുള്ള പല ആശയങ്ങളും നമ്മൾ ഇവിടെ കാണാൻ പറ്റും ഈ അസ്തിത്വവാദത്തിൽ. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് സാർത്തറിൻ്റെ ഫിലോസഫി പറയുകയാണെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഫിലോസഫി പഠിച്ചപ്പോൾ എനിക്ക് വളരെ അട്രാക്ഷൻ തോന്നിയ ഒരു ഫിലോസഫിയാണ് മോഡേൺ ഫിലോസഫിയിൽ ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. അന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യമായിട്ടുള്ള അർത്ഥമൊന്നും മനസ്സിലാകാതെ അയാളുടെ ആശയങ്ങൾ, അയാൾ പറയുന്നത് ലൈഫ് ഈസ് മീനിങ്ലെസ് അതാണ് ലൈഫിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് വാചകങ്ങളൊക്കെ ഇട്ട് ഒരുപാട് കളി. അപ്പോൾ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യന് ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇല്ല, അത് തരാൻ ഒരു ദൈവമില്ല. ദർ ഈസ് നോ ഗോഡ് ഹൂ ക്യാൻ ഗിവ് എസ് എ നേച്ചർ. അപ്പം നമ്മൾ എന്തായിത്തീരണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. പക്ഷേ നമ്മുടെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരു അൺലിമിറ്റഡ് ആഗ്രഹങ്ങളായതുകൊണ്ട് അവർ ലൈഫ് വിൽ ബി ഇൻ അട്ടർ ഡിസ്പെയർ, അല്ലെങ്കിൽ നിരാശയിലോ അല്ലെ ആകെ കൺഫ്യൂഷനിലോ ആയിരിക്കും. അത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കാത്ത അവസ്ഥ വരുന്നു. അതല്ല, അയാളുടെ ഫിലോസഫിയാണ് പറയുന്നത്. ഈ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ അത് ഇച്ചിരി ഫിലോസഫിക്കൽ ആയതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്.
ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. കാരണം നമുക്ക് ഈ ഹ്യൂമൻ നേച്ചർ തരാൻ ആരും ഇല്ല. ദർ ഇസ് നോ ഗോഡ്. അപ്പോൾ ദൈവം ഇല്ലാത്തത് കൊണ്ട് ദൈവം നമുക്ക് തരാനില്ല. പിന്നെ നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു അത് നമ്മൾ നമ്മുടെ പ്രകാരം നമ്മൾ പരിശ്രമിക്കുകയാണ്. പക്ഷേ അതും നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല. കാരണം നമ്മളുടെ ഡിസയർ അൺലിമിറ്റഡ് ഡിസയേഴ്സാണ്. അപ്പോൾ അത് കാരണം ലൈഫ് ഈസ് മീനിങ്ലെസ്. ലൈഫ് ഈസ് മീനിങ്ലെസ്നെസ് എന്നൊക്കെ പറഞ്ഞുള്ള അസ്തിത്വവാദം. അതുകൊണ്ടാണ് അസ്തിത്വവാദം എന്നൊക്കെ അതിന് പേര് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ആശയമാണ് മെയിനായിട്ട് സാർത്തറിൻ്റെ അസ്തിത്വവാദത്തിലുള്ളത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് മീനിങ്ലെസ് ആണ്, ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് മീനിങ്ലെസ്. അപ്പം നമ്മളോട് തന്നെ വിശ്വസ്തരായിരുന്നു കൊണ്ട് നമുക്ക് എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്കാകാം. നമ്മുടെ എക്സിസ്റ്റൻസിന് ഒരു അർത്ഥമില്ല. മീനിങ്ലെസ് എക്സിസ്റ്റൻസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ശരിക്കും അസ്തിത്വവാദം എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ഹ്യൂമൻ നേച്ചർ. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു ഹ്യൂമൻ നേച്ചർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട്, കർമ്മ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും യൂത്തിൻ്റെ ഇടയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വേർഡാണ് കർമ്മ. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമാണ് നമുക്ക് ലഭിക്കുള്ളൂ. അത് കൂടുതലായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതം മൊത്തം പോകുന്നത് ഇങ്ങനെ. അത് നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ അത് ഇന്ത്യൻ ഫിലോസഫിയിലുള്ളതാണ് കർമ്മ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം. പിന്നെ ഈ റീബർത്ത് ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ റിലിജ്യനിലുള്ള ചില വിശ്വാസങ്ങളാണ്. അപ്പം നമ്മൾ നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർ റീബർത്ത് വിൽ ബി ആ രീതിയിലുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ. അപ്പം നമുക്ക് അതിലേക്ക് പോകണ്ട, നമ്മളതിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പം നമ്മൾ ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു 3-4 ആശയങ്ങൾ ഇങ്ങനെ എടുക്കുക. അയാൾ പറയുന്നു വി ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഐഡൻറ്റിറ്റി. ഓക്കെ, ഇന്നത്തെ ജെൻഡർ ഐഡിയോളജിയിൽ എന്താ കാണുന്നത്? വി ഡോണ്ട് ഹാവ് എനി ഐഡൻറ്റിറ്റി. എന്താണോ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്കതാകാം. എന്താണോ ഞാൻ ഫീൽ ചെയ്യുന്നത്, വാട്ട് എവർ ഐ വാണ്ട്, എന്നോട് തന്നെ എനിക്ക് വിശ്വസ്ത ആയിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഐഡിയോളജി ഈ അസ്തിത്വവാദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സാർത്തറിനേക്കാൾ ഉപരി സൈമൺ ഡിബോർ ആണ് അവരുടേതായ ഭാഷയിൽ. ഇപ്പം ഷീ വാസ് എ ഫെമിനിസ്റ്റ്. അപ്പോൾ അവർ ഈ ആശയങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഫെമിനിസത്തിൻ്റെ സെക്കൻഡ് വേവ് വന്നപ്പോൾ അതിനെ ലീഡ് ചെയ്തിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഈ സൈമൺ ഡിബോറിൻ്റെ ആശയങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ ഒരു ഫേമസ് ബുക്കാണ് ദ സെക്കൻഡ് സെക്സ് എന്നും പറഞ്ഞിട്ട്. ഇത് ന്യൂയോർക്ക് വളരെ പ്രശസ്തമായ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ശരിക്കും സെക്കൻഡ് വേവ് 60s സെക്കൻഡ് വേവ് വന്ന സമയത്ത് ഏറ്റവും പ്രസക്തമായിട്ട് ഇതിൽ നിന്നുള്ള ആശയങ്ങൾ അന്നത്തെ ഫെമിനിസ്റ്റ് ഐഡിയോളജിക്കാരെടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഈ ജെൻഡർ ഐഡിയോളജിയുടെ ശരിക്കും ഇപ്പോൾ ബെനഡിക്ട് 16 പറയുന്നത് ജെൻഡർ ഐഡിയോളജി സ്റ്റാർട്ട് ചെയ്തത് ഈ സൈമൺ ഡിബോർ ആണ്. ശരിക്കും സാർത്തറല്ല. സാർത്തർ ഇതെല്ലാം ഐഡിയോളജി എല്ലാം പറഞ്ഞു. പക്ഷേ ഇവരാണ് ഈ ഐഡിയോളജി മുഴുവനും അവരുടെ ഭാഷയിൽ എഴുതി ലോകത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇത് പ്രചരിപ്പിച്ചത്. ഒരുപക്ഷെ അവരാണ് ഫെമിനിസത്തെയും എക്സ്റ്റൻഷ്യലിസത്തെയും ജെൻഡർ ഐഡിയോളജിയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഇത്. കാരണം ആ ആശയങ്ങൾ ദ സെക്കൻഡ് സെക്സ് എന്നുള്ള ആ ഒരു റൈറ്റിങ് അവർ പറയുന്ന ഇതാണ്, നോബഡി ഈസ് ബോൺ ആസ് എ വുമൺ ബട്ട് ദേ ബിക്കം എ വുമൺ. അത് തന്നെയാണല്ലോ ജെൻഡർ ഐഡിയോളജിയുടെ സെയിം തിങ്. അപ്പം ഞാനിത് ഇൻ്റർ കണക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കൺഫ്യൂഷൻസിൻ്റെ ഉറവിടം അവിടെയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫെമിനിസത്തിൻ്റെ സെക്കൻഡ് ഫെമിനിസം വേവിൽ വന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഈക്വാലിറ്റി, അതുപോലെ തന്നെ പിന്നെ അവനവന് ഫുൾ സ്വാതന്ത്ര്യം, പിന്നെ ഗർഭനിരോധനം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി, ഇതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം സ്ത്രീക്കാണ്. അപ്പോൾ സെക്കൻഡ് വേവിലാണ് ശരിക്കും ഈ തേർഡ് വേവിലും ഫോർത്ത് വേവിലും. ശരിക്കും ഫോർത്ത് വേവ് ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ റിസൾട്ട്.
തേർഡ് വേവില് ശരിക്കും അതൊരു എപ്പിറ്റോമിലെത്തി. Yes. ഫോർത്ത് വേവില് സോഷ്യൽ മീഡിയ അതിനെ കുറച്ചും കൂടെ ഒരു നല്ല പ്ലാറ്റ്ഫോം ആക്കി. ഒരു ഡിജിറ്റൽ ആക്ടിവിസം ലെവലിലേക്ക് അത് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സെക്കൻഡ് വേവിൽ നിന്ന് തുടങ്ങി തേർഡ് വേവിലേക്കാണ് ഇത് മുഴുവൻ, ഈ ആശയങ്ങൾ മുഴുവനും വന്നത്. അപ്പോൾ ഈ ഒരു ബുക്കാണ് അവരെ വളരെയധികം സ്വാധീനിച്ചത്. അപ്പം ഇത് 1960 സെക്കൻഡ് വേവിനെ അതിൻ്റെ ഞാൻ ആ കോട്ട് അവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ബുക്കിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ അവിടെ കോട്ടെടുത്ത് പറയുകയാണ്. ഒരു സ്ത്രീ ജനിക്കുന്നില്ല, പകരം ആയിത്തീരുന്നു. സോ നോബഡി ഈസ് ബോൺ ആസ് എ വുമൺ ബട്ട് ദേ ബിക്കം എ വുമൺ. അപ്പോൾ ഇത് നമ്മുടെ ഐഡിയോളജിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രസ്താവനയാണ്, ജെൻഡർ ഐഡിയോളജിയുടെ. അപ്പോൾ അത് വന്നത് ഈ സൈമൺ ഡി ബോവറിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ 70കളിലും അതുപോലെ ഈ അസ്തിത്വവാദത്തിൻ്റെ വേറെ പല ആശയങ്ങളും ഇവരെടുത്ത് ഈ ഫെമിനിസത്തിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു ഫുൾ വേർഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. തേർഡ് വേവ് വന്നപ്പോഴത്തേക്ക് അവർ ഫുള്ള് ഈ സ്ത്രീ ലിബറേഷൻ എന്ന് പറയുന്ന അതാണ്. സ്ത്രീ എന്ത് ആഗ്രഹിക്കുന്നു അതാകാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം. സർ, അസ്തിത്വവാദത്തിൻ്റെ ശരിക്കും ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇന്ന് ഫെമിനിസത്തിൽ വളരെ ഇമ്പാക്റ്റ് തരുന്നൊരു കാര്യം. ജെൻഡർ ഐഡിയോളജിയിൽ അത് ശരിക്കും നമുക്ക് എവിഡൻ്റ് ആണ്. പക്ഷേ ഫെമിനിസത്തിൽ ശരിക്കും സ്ത്രീകൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ. അതുണ്ട്. അതുപോലെ തന്നെ ഈ ദ സെക്കൻഡ് സെക്സിൽ സൈമൺ ഡി ബോവർ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയായിട്ട് ആരും അങ്ങനെ ജനിക്കുന്നില്ല, ബിക്കമിങ്. അപ്പം നമുക്ക് ശക്തീകരണത്തിലൂടെ ഇന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് യു വാണ്ട് ടു ബി എ ട്രൂ വുമൺ, യു ബിക്കം, യു നെവർ ഈസ് ബോൺ ആസ് നീ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ആയിട്ട് നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിക്കം, നീ സ്ത്രീ ആയിത്തീരണം. അതിനുള്ള മറ്റു മാർഗങ്ങളാണ് നമ്മൾ ഈ കണ്ട മറ്റ് ഫെമിനിസത്തിൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളും എല്ലാം. അല്ല, ജെൻഡർ ഐഡിയോളജിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നിങ്ങൾ പറയണ്ട. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവർ ഡിസൈഡ് ചെയ്യട്ടെ. അതാണ് ഇന്നത്തെ ചിന്താഗതികളും അതാണ് ഈ ഈ ചിന്താഗതി ഉള്ള അല്ലെങ്കിൽ ഈ ഐഡിയോളജി ഉള്ളവർ വാദിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ജെൻഡർ ഐഡിയോളജിയും ഈ എക്സിസ്റ്റൻഷ്യലിസവും ഫെമിനിസവും ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം. സർ, ഈ എക്സിസ്റ്റൻഷ്യലിസം മനുഷ്യൻ്റെ അസ്തിത്വത്തെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണല്ലോ. ഈ പ്രത്യയശാസ്ത്രത്തിലോട്ടുള്ള ആശയങ്ങൾ വേറെ ഏതെങ്കിലും ഐഡിയോളജീസിൽ നിന്ന് എടുക്കപ്പെട്ടതാണോ? റിയ, ഇപ്പോൾ ഏത് ഫിലോസഫി നമ്മൾ ഏൻഷ്യൻ ടൈം മുതൽ ഇങ്ങോട്ട് നമ്മൾ സ്കൂൾ ഓഫ് ഫിലോസഫീസ് നമ്മൾ നോക്കുമ്പോഴേ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള ചിന്താഗതികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കാലഘട്ടത്തിലാണ് മാർക്സിസം വളരെ ശക്തമായിട്ട് വന്നത്. 1800കളിൽ 1800കളിൽ മാർക്സിസം വളരെ ശക്തമായിട്ട് വന്നപ്പോൾ മാർക്സിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയോളജി എന്തായിരുന്നു? ഈക്വലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കുക. അതാണ് എല്ലാവർക്കും ഈക്വാലിറ്റി ആണ്. പക്ഷേ ഈക്വലിറ്റേറിയൻ സൊസൈറ്റി അതിൻ്റെ പേരിലാണ് മാർക്സിസം പല ആശയങ്ങളും കൊണ്ടുവന്നത്. അപ്പോഴേ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് കാറൽ മാർക്സ് അവരുടെ ആ കറക്റ്റ് ഐഡിയോളജി എഴുതി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണല്ലോ അവരുടെ ഐഡിയോളജി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തരുന്നത്. അപ്പോൾ അതിൽ കാറൽ മാർക്സ് പറഞ്ഞു വെക്കുന്ന ഇതാണ്, ഈ ലോകത്തിൽ ബൂർഷ്വായിസം വളർന്നു വരുന്നതിൻ്റെ കാരണം, അതായത് ഇൻഇക്വാലിറ്റിയാണ് ബൂർഷ്വായിസം. അതിൻ്റെ കാരണം ഈ ജെൻഡറാണ്. ജെൻഡർ അതായത് ആണും പെണ്ണുമെന്നുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. കാരണം ഈ ഡിഫറൻസ് ജോലി സ്ഥലത്ത് മാത്രമല്ല, സെക്ഷുവാലിറ്റിയിലും ഈ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയിലും ആണും പെണ്ണും എന്നുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ആണും പെണ്ണും എന്നുള്ള ഒരു കാറ്റഗറിയെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, അത് ഇല്ലാതാവുമ്പോൾ ഒരാൾ വേറൊരാളെ ഒരു മേൽക്കോയ്മ ചെയ്യുന്നതോ അല്ലെ ഡോമിനേറ്റ് ചെയ്യുന്നതോ
അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റേ വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, ഒരു ഈക്വലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കണമെങ്കിൽ ദ ബെസ്റ്റ് തിങ് ആദ്യം പറയുന്നത് സെക്ഷൽ ഡിഫറൻസ് ഇല്ലാതാക്കുക. ആൻഡ്രോജനൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ നേച്ചർ എന്ന് തന്നെ അതിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഹ്യൂമൻ നേച്ചറിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഫീമെയിൽ ഡിഫറൻസ് അത് ടോട്ടലി അബോളിഷ് ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 തരങ്ങളുണ്ടെങ്കിലാണല്ലോ അത് തമ്മിൽ മുകളിലാണോ താഴെയാണോ എന്നുള്ള. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും അതിനുള്ള കുറേ മാർഗങ്ങൾ മാനിഫെസ്റ്റോയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ജെൻഡർ ഐഡിയോളജി ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ അതിനുള്ള കുറേ മെത്തേഡ്സ് പറയുന്നുണ്ട്, എങ്ങനെ ഇത് ഇല്ലാതാക്കാം, ആൻഡ്രോജനൈസേഷൻ ഓഫ് ദ സെക്സ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിലൊരു കാര്യം പറയുന്ന ഇതാണ്, ഈ പിന്നെ വിവാഹം എന്നുള്ളത്, ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ്, ഇതൊക്കെ എടുത്തു മാറ്റിക്കളയണം. ഫാമിലിയും വിവാഹവും ഒക്കെ ഉള്ളപ്പോഴാണ് ഈ ഡിഫറൻസസ് കൂടുതലായിട്ട് വരുന്നത്. അത് എടുത്തു മാറ്റുക. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്നുള്ള ആ കോൺസെപ്റ്റൊക്കെ അങ്ങ് എടുത്തു മാറ്റണം. അപ്പോൾ അവിടെയാണ് ഒരു ഫ്രീഡവും ഒരു ലിബറേഷനും ഒക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൽ റെവല്യൂഷൻ്റെ പല ആശയങ്ങളും ഒരുപക്ഷെ കാറൽ മാർക്സിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാവും. അപ്പം നോക്കുക, നമ്മൾ ഈ പറഞ്ഞ സകല കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. സർ, മാർക്സിസത്തിന്റെ ഒരു പീരീഡ് എപ്പോഴാണ്? 1840കളിലാണ് മാനിഫെസ്റ്റോ വന്നിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതുപോലെ തന്നെ ഈ ശരിക്കും ഫെമിനിസം ശരിക്കും അതിൻ്റെ ഫസ്റ്റ് വേവ് അല്ല സ്റ്റാർട്ട് ചെയ്തത് 1800 അവസാന ഘട്ടങ്ങളിലാണ്. ഫസ്റ്റ് വേവ് 1910 അത് പൂർണ്ണ രൂപത്തിൽ വന്നത്. പക്ഷേ അത് അവിടെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് വേവ് വന്ന് നിന്നത് അവരുടെ ഈക്വൽ നമ്മളെ ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ്സിന് വേണ്ടി വാദിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് വേവിനെ കുറിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഐഡിയോളജി ഇവരെ ഒരുപാട്, മാർക്സിസ്റ്റ് ഐഡിയോളജി നമ്മൾ ശരിക്കും മാനിഫെസ്റ്റോയിൽ നിന്ന് അവരുടെ ഐഡിയോളജിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വിവാഹത്തിനും ഫാമിലിക്കും എതിരായിട്ട് നടക്കുന്ന സകല തിന്മകളുടെയും അടിസ്ഥാനം അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാകാം. ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് ഫെമിനിസം. അപ്പോൾ ഈ സാർത്തറും സൈമൺ ഡി ബോയറും ഇവരുടെ എക്സിസ്റ്റൻഷ്യലിസം, റിയ ചോദിച്ചത് ഞാൻ ഉത്തരം പറയുകയാണ്, അതിൻ്റെ മെയിൻ ആശയങ്ങൾ ഇവരെടുത്തത് കാറൽ മാർക്സിൽ. കാരണം കാറൽ മാർക്സ് ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവത്തെ നിഷേധിക്കുന്ന ആളാണ്. ദൈവത്തിന് യാതൊരു ഇമ്പോർട്ടൻസും അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യം എന്നുള്ള രീതിയിലാണ്. സാർത്തറും അത് തന്നെ പറയുന്നത്, ദർ ഇസ് നോ ഗോഡ്. അതുകൊണ്ട് നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടൊരു ഹ്യൂമൻ നേച്ചർ എന്നും പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല. യു ബിക്കം വാട്ട് യു വാണ്ട്. അത് നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ അവിടെയും നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലൈഫ് ഈസ് മീനിങ്ലെസ്. ഓക്കെ, ജെൻഡർ ഐഡിയോളജി ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഫെമിനിസം, അസ്തിത്വവാദം, മാർക്സിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ശൃംഖല തന്നെയാണ്. അത് തന്നെ, തീർച്ചയായിട്ടും. അത് നൂറ്റാണ്ടുകൾ, ഒരു 100 വർഷത്തിനപ്പുറം മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആശയ ലോകത്തിൽ നിന്നാണ് ഈ ജെൻഡർ ഐഡിയോളജി ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജെൻഡർ ഐഡിയോളജി എന്നും പറഞ്ഞിട്ട് ആരോ ഒരു ആശയം കൊണ്ടുവന്നതല്ല. പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ ഞാൻ പറയാം, അതിൻ്റെ ഈ ആശയങ്ങളുടെ എല്ലാം കൂടെ ഒരു ക്ലൈമാക്സിൽ ഈ സമൂഹത്തെയും നമ്മുടെ ലോകത്തെയും മനുഷ്യവർഗത്തെയും തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഈ ജെൻഡർ ഐഡിയോളജി. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, കാരണം മാർക്സിസത്തിൻ്റെ ഐഡിയ അതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ആൻഡ്രോജനൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. നമുക്ക് എന്ത് വേണോ അതായിത്തീരാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ പെണ്ണാണോ പെണ്ണ്, ആണാണോ ആണ്, ഒന്നുമല്ലയോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ആ ഒരു ആശയം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇതാണ്, ഇത് നമ്മുടെ ശത്രു മാർക്സിസോ ഫെമിനിസോ അല്ലെങ്കിൽ നമ്മുടെ ശത്രു ഈ ജെൻഡർ ഐഡിയോളജിക്കാരോ ഒന്നുമല്ല.
നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ആരാണ്? സാത്താൻ. മനുഷ്യവർഗത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും. അവൻ ഈ ശക്തികൾ ഈ ഐഡിയോളജിയിലൂടെ, ഇങ്ങനെയുള്ള ഐഡിയോളജിയുടെ ആളുകളിലൂടെ ഒരുപാട് മനുഷ്യകുലത്തെ നശിപ്പിക്കാനായിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമുക്കൊരു സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ല, നമ്മുടെ ഐഡൻറ്റിറ്റി എന്തുമാകാം, ഈ ഒരു ആശയം വരുമ്പോഴത്തേക്കിന് ദർ ഈസ് ഓൾവേസ് കൺഫ്യൂഷനായി അവിടെ. കാരണം ഐ ഡോണ്ട് നോ, ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ടോട്ടലി ഒരു മീനിങ്ലെസ് ലൈഫാണ്. പിന്നെ ആ മീനിങ്ലെസ്സിനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവിലേക്ക് നമ്മൾ പോകും. അത് സെക്സ് ആകാം, പോണോഗ്രഫി ആകാം, അല്ലെങ്കിൽ പിന്നെ ഡ്രഗ്സ് ആകാം. ഇന്ന് എന്തുകൊണ്ട് ഡ്രഗ്സ് ഇത്രയും കോമൺ ആയിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ശക്തമായിട്ട് വരുന്നു? എന്തുകൊണ്ട് ലോകം മുഴുവനും അത് ഇത്രയും ശക്തമായിട്ട് വരുന്നു? അതെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. സർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഡ്രഗ്സ് അല്ലേ ഇന്ന് നമ്മൾ കാണുമ്പോൾ യുവതലമുറയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഡ്രഗ്സ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഡ്രഗ്സും ജെൻഡർ ഐഡിയോളജി അതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ സർ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്? അതിനെ ബന്ധിപ്പിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അറിയാം എന്തിനാണ് അവർ ഡ്രഗ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഒരാൾ ഡ്രഗ് ഉപയോഗിക്കുന്നത്? എന്തിനാ? ആ ചോദ്യത്തിന് ഉത്തരം സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ. സ്വയം മീനിങ് കണ്ടെത്തുകയാണ് ജീവിതത്തിന്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ബോറിംഗ് ആണ്, അല്ലെങ്കിൽ നിരാശയാണ്, അല്ലെ ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെ ഡിപ്രഷൻ ആണ്, പല കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇവൻ കൊണ്ടുവന്ന് ഇത് വരുന്നത്. ഇതാ, നീ ഒന്നും അറിയാതെ കുറച്ച് സമയം നിനക്ക് ചിലവഴിക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് പല ഫോമുകളിൽ ഈസി ആയിട്ടിന്ന്, പണ്ടൊക്കെ അത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്ന് സ്കൂളുകളിൽ വരെ അവൈലബിൾ ആണെന്ന് ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നപ്പോഴേ അധ്യാപകർ അവർ ഷെയർ ചെയ്യുകയുണ്ടായി. അല്ല, കേരളത്തിൽ ഇന്ന് സർവ്വസാധാരണമാണ്. അപ്പോൾ ഇത് അവർ എടുത്ത് ഒരു പ്രാവശ്യം, ഇത് അഡിക്ഷൻ. ഞാൻ പോണോഗ്രഫിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളെ അഡിക്ഷനിലേക്ക് പ്ലഷർ ഗിവിങ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അഡിക്ഷനിലേക്ക് ഈസി ആയിട്ട് നമ്മൾ പോകും. അത് നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇവർക്കറിയാം ഈ ഇതിൻ്റെ വീക്ക്നെസ് അറിയാം. ഒരു പ്രാവശ്യം എടുത്തു, 2 പ്രാവശ്യം എടുത്തു, 3 പ്രാവശ്യം എടുത്തു. സെയിം വേ പോണോഗ്രഫി പോലെ. പോണോഗ്രഫി എങ്ങനെയാകുന്ന അഡിക്ഷൻ, അതേപോലെ ഇതും അഡിക്റ്റഡ് ആകും. ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് ഒരിക്കൽ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ. നമ്മൾ അവരെ വളരെ എംപതറ്റിക്കായിട്ട് അവരെ അപ്രോച്ച് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാനായിട്ടാണ്. നമുക്ക് മാറി നിന്ന് കുറ്റം പറയാൻ എളുപ്പമാണ്, അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെന്ന്. പക്ഷേ അതല്ല, വളരെ ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു കൾച്ചറും സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് നിർത്താതെ കുറ്റം പറയുന്ന ഒരു കാരണം എന്താണെന്നറിയാം, ഇത് എല്ലാം ഒരു കൺഫ്യൂഷൻ്റെയും കയസിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെ എൻവയോൺമെൻറ്റിലല്ലല്ലോ ഇതൊന്നും നടക്കും. അപ്പോൾ ഈ ഡ്രഗ്സ് ആയാലും പോണോഗ്രഫി ആയാലും ആൽക്കഹോൾ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ദുശീലങ്ങളായാലും എല്ലാം ചെയ്യുന്നതും മനുഷ്യന് സ്വയം അവന് എന്തിനൊക്കെയോ അർത്ഥം തേടി നടക്കുകയാണ്. അവനൊരു മീനിങ് കാണുന്നില്ല ഒന്നിനും. അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ അവന് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം നമ്മൾ ആരാണ് എന്ന് നമുക്കറിയത്തില്ലെങ്കിൽ ലൈഫ് ടോട്ടലി നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇപ്പം ഞാനിവിടെ ഇരുന്ന് എന്തിനെക്കുറിച്ച് പറയുന്നു, എന്തിനു പറയുന്നു, ഈ ഒരു ബോധ്യം എനിക്കില്ല എങ്കിൽ ദിസ് ഈസ് മീനിങ്ലെസ് ഫോർ മീ. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് മീനിങ്ലെസ് ആയിട്ട് തോന്നും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ, 1 അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, 2 അവരുടെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി, 3 പിയർ പ്രഷർ, 4 സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷൻ. ഇത് ഇവൻ സോഷ്യൽ മീഡിയയിലൂടെയും വിതിൻ നോ ടൈം അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും. അത് ഈ ഒരു വിഷ്യസ് സർക്കിളിൽ ജീവിക്കുന്ന നമ്മുടെ യുവജനങ്ങളോ ഇതിനടിമപ്പെട്ടിട്ടുള്ളവരോ അവരറിയാതെ തന്നെ ഒരു പ്രാവശ്യം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തുടരെ അതിലേക്കങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദുർബല നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും
വളരെയധികം മുതലെടുത്തുകൊണ്ട് സമൂഹത്തെ വീണ്ടും വീണ്ടും തിന്മയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ധാരാളം ഏജൻസികൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കരുത് ഈ ഡ്രഗ് അല്ലെ പോണോഗ്രഫി അല്ലെങ്കിൽ ഈ ജെൻഡർ ഐഡിയോളജി ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ കൊണ്ടുവന്ന ചില ആശയങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ടു ഇത് ലോകത്തിലെ വൻ പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയുടെയും പിൻബലത്തോടു കൂടിയാണിത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിൽ നിന്ന് പലതരത്തിലുള്ള ആദായങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കണ്ടുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ഏജൻസികൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നു. ആ കാര്യം പലർക്കും അറിയത്തില്ല. അതാർക്കും അറിയത്തില്ല. അവർ വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അല്ല, അത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് നമ്മൾ തുടർന്നൊക്കെ നമ്മുടെ പല എപ്പിസോഡുകളിലും അത് കുറേ കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരുപക്ഷെ ക്ലിയർ ആക്കാം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് റിയ പ്രാർത്ഥിക്കട്ടെ അല്ലേ? ഓക്കെ റിയ. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങ് എത്രയോ കാരുണ്യമുള്ളവനാണ്. അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, പല പല പ്രത്യയശാസ്ത്രങ്ങൾ ഇന്നത്തെ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട് ഒരുപാട് ജീവിതങ്ങൾ വലഞ്ഞു പോകുന്നുണ്ട്. സ്നേഹതമ്പുരാനെ, ഓരോ മനുഷ്യൻ്റെയും എക്സിസ്റ്റൻസ് ദൈവത്തിലാണ് എന്ന് മനസ്സിലാക്കുവാനും എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഓരോ മനുഷ്യ ജീവിതത്തിലേക്കും ഇറങ്ങി വന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. താങ്ക് യു. ഇന്ന് നാം കണ്ടത് പലവിധ ഐഡിയോളജികളെ കുറിച്ചാണ്. അതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ്. എന്നാൽ ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും പറയുന്നതും സാറിൻ്റെ വാക്കിൽ നിന്നാണ്. ഈ ഐഡിയോളജികളൊന്നുമല്ല നമ്മുടെ ശത്രു, മറിച്ച് നമ്മുടെ ശത്രു സാത്താനാണ്. ലഹരിയുടെയും സെക്സിൻ്റെയും ഒക്കെ രൂപത്തിൽ ഈ ഭൂമിയിൽ പാപം വാരി വിതറുന്ന സാത്താനെ, ആ സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.